ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇത് മേയാണ്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മൾ കാനഡയിൽ സെറ്റിലായിട്ടുള്ള ഒരു മലയാളി ഫാമിലിയാണ്. ഗെറ്റ് ടു നോ മീ എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഒത്തിരി പേര് പുതുതായിട്ട് വന്നവരൊക്കെ കുറേ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഒക്കെ നമ്മൾ ഒരു ഗെറ്റ് ടു നോ മീ എന്നൊരു പ്ലേലിസ്റ്റിൽ പല പല വീഡിയോസായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇന്ന് കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ ആയിട്ടൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ തന്നെയാണ് കേട്ടോ. ആദ്യം തന്നെ രാവിലെ നമ്മൾ ഡിഷ് വാഷർ എംപ്റ്റി ചെയ്ത് കഴിഞ്ഞ് ഞാൻ നിങ്ങളൊരു ടിപ്പ് കാണിക്കാൻ പോവുകയാണേ. ഡിഷ് വാഷർ എന്ന് പറഞ്ഞ സാധനം നമ്മളൊന്ന് വാഷ് ചെയ്യണം. അതായത് നമുക്ക് പാത്രം കഴുകി തരുന്ന മെഷീനാണല്ലോ. അപ്പോൾ ഇതുപോലെ ഫിനിഷ് എന്ന് പറഞ്ഞിട്ട് ഡിഷ് വാഷർ ക്ലീനർ എന്ന് പറഞ്ഞ് തന്നെ മേടിക്കാൻ കിട്ടും. അപ്പം നമ്മളിത് ഒരു 6 മാസം കൂടുമ്പോൾ ഇത് ഉപയോഗിച്ച് കഴുകും. അല്ലാതെ ഒരു വീക്കിലി മന്ത്ലി ഒക്കെ വിനെഗറും സോഡ ബൈക്കാറും ഒക്കെ ഇട്ട് കഴുകും. പക്ഷേ ഇതാണെങ്കിൽ ഈ ലൈം സ്കെയില് മറ്റേ ഹാർഡ് വാട്ടറിനുണ്ടല്ലോ ആ ഒരു സാധനം അക്യുമുലേറ്റ് ചെയ്യാതിരിക്കുന്നതിനും പിന്നെ ഡിഷ് വാഷർ ആകെ മൊത്തം ഒന്ന് ക്ലീൻ ചെയ്ത് കിട്ടാനും നല്ലതാണ്. പിന്നെ മേളിലൊരു സ്റ്റിക്കറുണ്ട്. ആ സ്റ്റിക്കർ അങ്ങോട്ട് ഇതിനകത്തോട്ട് വയ്ക്കുക. എന്നിട്ട് നമ്മുടെ ഡിഷ് വാഷർ ഓൺ ചെയ്യുമ്പം മിക്ക ഡിഷ് വാഷറുകൾക്കും സാനിറ്റൈസ് എന്ന് പറഞ്ഞൊരു മോഡ് ഉണ്ടാവും. ആ സാനിറ്റൈസ് എന്നുള്ള മോഡും കൂടെ ഓൺ ചെയ്ത് റെഗുലർ വാഷിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പളാന്ന് അകം തിളങ്ങി വരും. അതവിടെ ഇരുന്ന് റെഡി ആവുന്ന സമയത്ത് ഞാനൊരു ചിക്കൻ സ്റ്റിർ ഫ്രൈ എളുപ്പത്തിലുള്ള 1 പോട്ട് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒലിവ് ഓയിൽ ഈ ഒരു ബ്രാൻഡാണ്. ഇത് കോസ്കോയിൽ കിട്ടുന്ന എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ അതാണ് മേടിക്കാം. ഇതുപോലത്തെ 2 ബോട്ടിൽ കിട്ടും തോന്നുന്നു. എനിക്ക് വില അങ്ങനെ ഓർമ്മയില്ല കേട്ടോ. പക്ഷേ മിക്കവാറും നമ്മളത് കോസ്കോന്ന് മേടിക്കുമ്പോൾ കുറച്ചും കൂടെ ഒരു വിലക്കുറവുള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ആവശ്യത്തിന് ഒലിവ് ഓയിൽ ഇടുക. ഇത് ചിക്കൻ ചിക്കൻ ബ്രസ്റ്റിനെ ഞാൻ ചെറിയ കഷ്ണമാക്കി. ഇതിലും ചെറിയ കഷ്ണമാക്കാം, പക്ഷേ ഞാൻ ചെറുതാക്കിയപ്പോൾ ഇങ്ങനെ ആയിപ്പോയി. ഇത് ഒന്നും ഇട്ടിട്ടില്ല. ഞാൻ ചിക്കൻ നന്നായിട്ട് കഴുകി ചിക്കൻ സ്ട്രിപ്പാക്കി നന്നായിട്ട് കഴുകി ഇത്തിരി വെള്ളം ഒന്ന് പിഴിഞ്ഞ് കളഞ്ഞിട്ട് നമ്മൾ ഒലിവ് ഓയിൽ ചൂടായില്ലോ അതിനകത്തോട്ട് ഈ തിന്നായിട്ട് സ്ലൈസ് ചെയ്ത് ചിക്കൻ ഇടുക. എന്നിട്ട് നമ്മളിതൊന്ന് നല്ല ചൂടോടുകൂടി ഇടണം കേട്ടോ. അങ്ങനെ ആകുമ്പം ആ ഒരു ചിക്കൻ്റെ പിങ്ക് മാറി വെള്ള കളറുകളിലോട്ട്, അതായത് അതിൻ്റെ ആ ഒരു പുറത്തുള്ളത് വൈറ്റിഷ് കളറിലോട്ട് വരുന്ന അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് ഭയങ്കര എന്താ പറയുക, സ്പൈസി ആയിട്ടുള്ള അങ്ങനെ ഭയങ്കര ഇതായിട്ടുള്ള ഒരു റെസിപ്പി അല്ല കേട്ടോ. കുറച്ച് ബ്ലാൻഡ് ടേസ്റ്റ് വേണ്ടവർക്ക്, പിള്ളേർക്കോ അല്ലെങ്കിൽ നമുക്ക് ഇത് ഞാൻ എൻ്റെ മെയിൻ മീലിന് വേണ്ടിയാണ്, ലോ കാർബ് മീലിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നതാണ്. ഇപ്പം ഞാൻ അതിനകത്തോട്ട് ഇത്തിരി ആവശ്യത്തിന് ഉപ്പിട്ടു. ഒരു വൈറ്റായി തുടങ്ങിയല്ലോ, ആ സമയത്ത് ആവശ്യത്തിന് ഉപ്പിട്ടു. ലേശം കുരുമുളക് പൊടിയും കൂടി ഇട്ടു. ശരിക്കും കുറച്ചും കൂടെ തീ കൂടെ വയ്ക്കാം. പക്ഷേ ഞാൻ ഇതിനൊപ്പം വേറെ പല പണികളും ചെയ്യുന്നതുകൊണ്ട് കരിഞ്ഞു പോകുന്നു എനിക്കൊരു സംശയമുണ്ട്. അങ്ങനെ എനിക്ക് പറ്റാറുണ്ട് കേട്ടോ. നമ്മൾ ഈ അടുക്കളയിലെ മൾട്ടി ടാസ്കിൽ അടുപ്പിൽ വെച്ചേക്കുന്ന സാധനം കരിഞ്ഞു പോകുന്ന ഒരു പരിപാടി ഉള്ളതുകൊണ്ട് ഞാൻ തീ കുറച്ച് വെച്ചേക്കുക. അതല്ല നമ്മൾ അതിനടുത്ത് തന്നെ നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത്തിരി കൂടെ തീ കൂട്ടി വെച്ച് ഒന്നും കൂടെ മുഴുവനും വൈറ്റ് കളറിലോട്ട് ആക്കിയെടുക്കാമേ. ഈ സമയത്ത് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് 1-2 ഐറ്റംസ് വേറെ എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് ബൾസാമിക് വിനെഗറാണ്. അളവ് ബൾസാമിക് വിനെഗർ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും. ഇല്ലെങ്കിൽ റൈസ് വിനെഗറോ ലേശം നാരങ്ങ നീരൊഴിച്ചാലും മതി. ഇതില്ല എന്നുണ്ടെങ്കിൽ സോയ് സോസ് ഇതിനൊരു മസ്റ്റാണ് കേട്ടോ. ഉപ്പ്, കുരുമുളക്, സോയ് സോസ് അതാണ് ഇതിൻ്റെ സ്പൈസ് എന്ന് പറയണത്, ടേസ്റ്റ് മേക്കേഴ്സ് എന്ന് പറയണത്. എന്നിട്ട് കുറച്ച് സോയ് സോസും കൂടെ അതിനകത്തോട്ട് ഒഴിച്ചു. എന്നിട്ട് നമുക്കിനി വീണ്ടും ഇത് വേവണേ. ചെറിയ തിൻ സ്ലൈസ് ആയതുകൊണ്ട് പെട്ടെന്ന് വേകും. അപ്പം ഞാൻ മുന്നേ പറഞ്ഞ പോലെ 1 പോട്ട് റെസിപ്പിയാണ്. ഒറ്റ പാത്രം മാത്രം മതി, എല്ലാം പെട്ടെന്ന് ആക്കിയെടുക്കും. നമുക്ക് ലോ കാർബ് ലഞ്ചൊക്കെ കൊണ്ടുപോകണമെങ്കിലോ അതില്ലെങ്കിൽ ഇപ്പം നമുക്ക് ഉണ്ടാക്കിയിട്ടൊരു മീൽ പ്രപ്പ് പോലെ ഉണ്ടാക്കി ഒരു ദിവസം അത് ഡിന്നർ കഴിച്ചാൽ പിറ്റേ ദിവസം അത് ലഞ്ചിനും കഴിക്കുന്ന പോലെ ആക്കിയെടുക്കാമേ. ആക്ച്വലി ഇപ്പം ഞാനിട്ടത് എന്താ പറയുക, കുറച്ച് സവോള, ഫ്രഞ്ച് ഒനിയനാണ്. ആ ഒരു വെള്ള സവോളയും പിന്നെ കുറച്ച് ഇത്തിരി 1-2 കഷ്ണം ഗാർലിക്കും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഗാർലിക്കും ഇതും വഴറ്റിയിട്ട് ചിക്കൻ ഇട്ടിട്ടുണ്ടെങ്കിൽ വേറൊരു ടേസ്റ്റാണ് വരാം. ഇത് കുറച്ചും കൂടെ ഒരു ക്രഞ്ചി ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു ലേശം വഴങ്ങി വന്നതിനകത്തോട്ട് ഗാർലിക്കും ഒനിയനും ഇട്ടു. ഇനി നമുക്ക് റെഡ് ഒനിയനൊക്കെ ഇടാം കേട്ടോ, എന്ത് ഒനിയൻ വേണമെങ്കിലും ഇടാം. ഇനി മിക്സ്ഡ് വെജിറ്റബിൾസാണ്, എന്തൊക്കെ വെജിറ്റബിൾ ഉണ്ടോ അതെല്ലാം പെറുക്കി ഇടാം. ഇതിലിപ്പം ക്യാരറ്റ് ഉണ്ട്, ബ്രോക്കലി ഉണ്ട്, ക്യാപ്സിക്കം ഉണ്ട്, റാഡിഷ് ഉണ്ട്, പിന്നെ കുറച്ച് മഷ്റൂംസ് ഉണ്ട്. ഇത്രയാണ് ഇതിനകത്തുള്ളത്. ഇനി നമ്മൾക്ക് ബീൻസ് ഇടാം, ക്യാബേജ് ഇടാം, എന്ത് വേണമെങ്കിലും ഇടാം. സ്റ്റിർ ഫ്രൈ പോലെ ഉണ്ടാക്കാൻ വേണ്ടിയല്ലേ. അപ്പം ഞാൻ ഈ കണ്ട വെജിറ്റബിൾസ് എന്താ പറയുക, ഈ ഒരു പാകത്തിന് കഷ്ണമാക്കി ഞാൻ ഓൾറെഡി പ്രീ കട്ട് ചെയ്ത് മേടിക്കുകയാണ് ചെയ്യുക. കുറച്ച് പണി കുറഞ്ഞോട്ടെ. നമ്മൾ ഇപ്പോൾ വെക്കേഷൻ ആകുമ്പോൾ നമുക്ക് ഫ്രീ ആവുന്നതായിരിക്കും. പക്ഷേ
ശരിക്കും പുറത്ത് പോക്കും കറക്കലും അവിടെ ഇവിടെ പോക്കലൊക്കെ ആയിട്ട് നമുക്ക് സമയം കുറവാണ്. അപ്പം ഞാൻ ഓൾറെഡി പ്രീ കട്ടായിട്ടുള്ള വെജിറ്റബിൾസ് മേടിച്ചു. വർക്കിംഗ് മദേഴ്സിന് എപ്പോഴും ബിസി ആയിട്ടുള്ളവർക്ക് എപ്പോഴും നല്ലൊരു ഇതാണ്. നമുക്ക് ഇത്തിരി കുറച്ച് കോസ്റ്റ് കൂടുതലായിരിക്കും പ്രീ കട്ട് മേടിക്കുമ്പം. പക്ഷേ ഫുൾ മീൽ പുറത്തുനിന്ന് മേടിക്കണം, പ്രീ കട്ട് മേടിക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ പ്രീ കട്ട് വെജിറ്റബിൾസ് നമുക്ക് കോസ്റ്റ് ഇഫക്റ്റീവ് തന്നെയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതിൽ കുറച്ച് ചിക്കനിൽ നിന്നല്ല നമ്മുടെ വെജിറ്റബിൾസിൽ നിന്നൊക്കെ കുറച്ച് വെള്ളം വന്നിട്ടുണ്ടായിരുന്നു. ആ വെള്ളത്തിലൊന്ന് കുറച്ച് നേരം മൂടി വെച്ചത് വേവിച്ചെടുക്കാം. വേവിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്ന് തുറന്ന് വെച്ച് ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. നമ്മുടെ സ്റ്റിർ ഫ്രൈ റെഡിയായി. ആ സമയം കൊണ്ട് നമ്മുടെ ഡിഷ് വാഷർ ആ സമയമല്ല കേട്ടോ, കുറച്ചൊരു 1.5 മണിക്കൂർ എടുത്ത് കഴുകി വൃത്തിയായി വന്നു. നല്ല പോലെ വെട്ടി തിളങ്ങാനുണ്ട്. അപ്പം നമ്മുടെ പാത്രം കഴുകുന്ന മെഷീനും വേണമല്ലോ ഒരു ടെൻഡർ ലവിങ് കെയർ. അപ്പോൾ ഇതിനകത്ത് വെള്ളം ഇങ്ങനെ അടിച്ച് കയറി വന്നേക്കണം കേട്ടോ. അതിനകത്ത് മുഴുവൻ സോപ്പും അത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം നമ്മൾ വീണ്ടും പുറത്തൊക്കെ പോയി തിരിച്ചു വന്നു. അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. ഞാൻ കുറച്ചും കൂടെ നമ്മളെന്താ പറയുക ഹോം മേക്കിംഗ് സ്റ്റൈൽ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അടുത്തൊരു പണി എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് തുണികൾ അലക്കാനിടണം. ഞാൻ എൻ്റെ മനസ്സിലൊരു പവർ അവർ ക്ലീനിങ് ആണ് കേട്ടോ പ്ലാൻ ചെയ്തിരിക്കുന്നത്. കാരണം വെച്ചാൽ നമുക്ക് നാളെ രാവിലെ ഇവിടെ ഗസ്റ്റ് വരും, കമ്പനി വരും. അപ്പം രാവിലെ എണീറ്റ് എന്തായാലും നമ്മുടെ കുട്ടികളുടെ കാര്യം ബ്രേക്ക്ഫാസ്റ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കണമല്ലോ. അപ്പോൾ രാവിലെ ക്ലീൻ ആക്കാനൊന്നും സമയം ഉണ്ടാവില്ല. എന്തായാലും നൈറ്റ് ടൈം ക്ലീനിങ് ചെയ്യണം. അതിൻ്റെ കൂട്ടത്തിൽ ഒരു എക്സ്ട്രാ സ്റ്റെപ്പും കൂടി ഇട്ടിട്ട് ഇച്ചിരി ഡീറ്റെയിൽ ക്ലീനിങ് ചെയ്യാം, പവർ അവർന്ന് ആക്കാമെന്ന് വെച്ചു. അപ്പോൾ അതിന് ഏറ്റവും നല്ലൊരു ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ അലാം വെക്കാം. 1 മണിക്കൂറത്തേക്ക് അലാം വെച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്ത് നോക്കിക്കേ. നമ്മൾ വേറൊന്നും ഫോൺ എടുക്കാനോ അല്ലെങ്കിൽ വർത്തമാനം പറയാനൊന്നും പോകരുത്, ക്ലീനിങ് മാത്രം ചെയ്യാം. ആഴ്ച ഒരിക്കലൊക്കെ 1 മണിക്കൂർ പവർ ഓവർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട് നല്ല വൃത്തിയായിട്ട് കിടക്കും. ഞാനതിന് പകരം ചെയ്യുന്നത് വെച്ചാൽ ഒരു ലോഡ് തുണി അലക്കാനിടും. അപ്പോൾ മോസ്റ്റ്ലി ഒരു 47 മിനിറ്റ് തൊട്ട് 60 മിനിറ്റ് വരെയൊക്കെ ആയിരിക്കും തുണി എടുക്കാനുള്ള സമയം വരിക, തുണിയുടെ ലോഡ് അനുസരിച്ച്. അപ്പം ഞാൻ ഇത്തിരി എന്താ പറയുക നമ്മുടെ ഇതുണ്ടല്ലോ ടവൽസാണ് ഇന്ന് ഇടുന്നത്. അപ്പം കുറച്ചൊരു 5-6 ടവൽ ആയി കഴിയുമ്പം ഞാൻ അത് ടവലിൻ്റെ മോഡ് വാഷിംഗ് മെഷീനിൽ ടവൽ എന്നുള്ള ആ മോഡിലിടും. പിന്നെ ഞാനിത് കഴുകുമ്പം വിനാഗിരിയാണ് കേട്ടോ ഇതിനകത്ത് ഒഴിക്കുക. ഡിറ്റർജൻറ്റ് നമ്മുടെ സാധാരണ ഡിറ്റർജൻറ്റ് ഒഴിക്കും. ഫാബ്രിക് സോഫ്റ്റ്നർ ഇടില്ല, പകരം വിനാഗിരി ഒഴിക്കും. കാരണം ഫാബ്രിക് സോഫ്റ്റ്നർ പിന്നെ നമ്മൾ കുട്ടികൾ അവർ ദേഹത്തൊക്കെ തേക്കുമ്പോൾ തോർത്തുമ്പം അതിൻ്റെ സോഫ്റ്റ്നർ അങ്ങോട്ട് പോകണ്ടെന്ന് വെച്ചിട്ട് വിനാഗിരിയാണ് സോഫ്റ്റ്നറിൻ്റെ ആ ബോക്സിൽ ഒഴിക്കുക. അപ്പോൾ ആ 60 മിനിറ്റ് നമ്മുടെ തുണി അലക്കി ഒരു കീക്കി ശബ്ദം കേൾക്കണ വരെയാണ് ഞാൻ ടൈം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം ഞാൻ ഓൾറെഡി ചെവിയിൽ പാട്ട് വെച്ചിട്ടുണ്ട്. ഐപാഡിൽ എന്തോ പാട്ടോ ഏതെങ്കിലും 1-2 എണ്ണം ഞാൻ ക്യൂ ചെയ്തിടും. എന്നിട്ട് അത് കണ്ടുകൊണ്ട് ബാക്കി പണികൾ ചെയ്യാമെന്ന് വിചാരിച്ചു. ഏറ്റവും ഫസ്റ്റ് ചെയ്യുന്ന സിങ്കിൽ നിന്ന് പാത്രങ്ങൾ ഒഴിവാക്കുക എന്നുള്ള. അപ്പോൾ ഞാൻ ഇവരോട് പറയും എല്ലാ മുറിയിലും അവിടെ ഇവിടെയൊക്കെ പോയി. ഇപ്പോൾ അവധിയാണല്ലോ, അപ്പോൾ അവരവരുടെ കപ്പും പാത്രം കൊണ്ട് ഇങ്ങനെ മുറികൾ വഴി നടക്കുമായിരിക്കും. എല്ലാവരെയും ഓടിച്ചു വിടും. ഓരോ മുറിയിലും ലിവിങ് റൂമിൽ നിന്നും എൻ്റെ ബെഡ്റൂമിലുണ്ടാവും എൻ്റെ ചിലപ്പോൾ കപ്പും ഇതൊക്കെ അങ്ങനെ എല്ലാം പെറുക്കിക്കൊണ്ട് വന്ന് സിങ്കിൽ വയ്ക്കാൻ പറയും. സിങ്കിൽ നിന്ന് അതെല്ലാം കൂടെ പെറുക്കി ഡിഷ് വാഷറിൽ വെച്ച് സിങ്ക് ഒഴിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു വലിയ ഭാരം കുറഞ്ഞ പോലെ. പിന്നെ ഉള്ളത് കൗണ്ടർ ടോപ്പ് ഒന്ന് തുടച്ചിടണം. കൗണ്ടർ ടോപ്പിൽ ഞാൻ അധിക സാധനങ്ങൾ വെക്കാറില്ല കേട്ടോ. ഒരു ഫ്രൂട്ട് ബാസ്ക്കറ്റ് വെക്കും. അപ്പോൾ അത് കാണുന്ന പോലെ വെച്ച് വന്ന് എടുത്തോളൂല്ലോ. പിന്നെ അതിൻ്റെ സൈഡിൽ ഒരു ഇൻസ്റ്റപ്പോട്ട് ഇപ്പോൾ വെച്ചേക്കുന്നത് നാളത്തേക്കുള്ള നമ്മുടെ മാവ് അരച്ച് വെച്ചേക്കുന്നതാണ്. അപ്പോൾ അത് എന്തായാലും അവിടെ നിന്ന് എടുത്ത് മാറ്റാൻ പറ്റില്ല. പക്ഷേ ഇൻസ്റ്റപ്പോട്ട് ഉപയോഗിക്കാത്ത സമയത്താണെങ്കിൽ അത് അതിന് തൊട്ട് താഴെയുള്ളൊരു കബോർഡിലോട്ട് എടുത്ത് വെക്കും. പിന്നെ അടുപ്പ് നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കും. പിന്നെ നമ്മൾ ഈ പാത്രം കഴുകുന്ന ഈ ഒരു ഐലൻഡിൽ ഞാൻ പാത്രം കഴുകുന്ന സോപ്പും സാധനങ്ങളൊക്കെ വേണമെങ്കിൽ ആ കബോർഡിനുള്ളിൽ വെക്കാം. പക്ഷേ നനഞ്ഞ സാധനങ്ങൾ അങ്ങനെ വെക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ മുകളിൽ തന്നെ വെച്ചിരിക്കുന്നത്. പിന്നെ ഒരു ചെറിയൊരു ചെടിയും വെച്ചിട്ടുണ്ട്. ഈ അടുക്കള വൃത്തിയാക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്നും തുടങ്ങണം കേട്ടോ. നമ്മളൊന്ന് നോക്കിയാൽ മനസ്സിലാകും. ഏറ്റവും വൃത്തിയായിട്ട് കിടന്ന അടുക്കളയ്ക്ക് ഏറ്റവും ഭംഗി കൊടുക്കുന്നതും വൃത്തികേടായ ഏറ്റവും ഭംഗി കൊടുക്കാതിരിക്കുന്നതുമാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ. നമ്മുടെ ഈ ഒരു പാത്രം കഴുകുന്ന ആ ഒരു പൈപ്പ് ഉണ്ടല്ലോ, പൈപ്പ് ഉൾപ്പെടെ ഒന്ന് തുടച്ചാൽ മതി, ജസ്റ്റ് ഒന്ന് തുടച്ചാൽ മതി, അപ്പോൾ തന്നെ റെഡി ആയിക്കോളും. പിന്നെ ഡൈനിങ് ഏരിയ ഭാഗത്താണ്. എന്തായാലും നമ്മളിപ്പം 4 നേരം വീട്ടിലെല്ലാവരും വീട്ടിലുള്ളപ്പോൾ 4 നേരവും നമ്മളവിടെ നിന്ന് ഭക്ഷണം കഴിക്കല്ലേ. അപ്പോൾ പൊടികൾ താഴേക്ക് എന്തെങ്കിലും തെറിച്ച് വീണിട്ടുണ്ടാവും. അപ്പോൾ അതെല്ലാം ഒന്ന് തുടച്ചു. അത് കഴിഞ്ഞിട്ട് അവസാനം ഫ്ലോർ നമുക്ക് ഏറ്റവും അവസാനം ക്ലീൻ ചെയ്തെടുക്കാമേ. പിന്നെ നമ്മളെ ലിവിങ് ഏരിയ ആണ്. അപ്പം ലെഗോസും അല്ലെങ്കിൽ അതെന്തെങ്കിലും കളിക്കുന്ന സാധനങ്ങളും നമ്മൾ ബുക്കും ഇതൊക്കെ വാരി വലിച്ചിട്ടിട്ടുണ്ടാവും. അപ്പോൾ അതെല്ലാം ഒന്ന് പെറുക്കി വെച്ചു.
ഇനിയിപ്പം ഞാൻ പറഞ്ഞില്ല താഴെ അതും ഇതൊക്കെ കിടക്കുന്നു. ഇപ്പം ഞാൻ നോക്കുമ്പോഴത്തേന് ഇവർ ഈ സമയത്ത് ഒരു 9 മണിയൊക്കെ ആയി കേട്ടോ ഞാൻ ഇത്രയും ചെയ്തപ്പോൾ. അപ്പോൾ ഇവരിനി ഉറങ്ങാൻ വേണ്ടിയിട്ട് പോയി. പിള്ളേർ ഉറങ്ങാൻ പോയി. അന്നേരം നമ്മുടെ ഈ സാധനം ഉണ്ടല്ലോ വാക്യൂം ക്ലീനർ ആണെങ്കിൽ അതിൻ്റെ ഒച്ച ചിലപ്പം കേട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ പറയുക, നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ നല്ല കാമായി കിടക്കുന്നതാണല്ലോ എല്ലാവർക്കും ഇഷ്ടം. അപ്പം ഞാൻ വിചാരിച്ചു ഇനി ഞാൻ വൃത്തിയാക്കുന്ന ഒച്ച കാരണം ഇവർ ഇതാക്കണമെന്ന് വെച്ചാൽ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ തറയിൽ കാണുന്ന പോലെ കിടക്കണം. വലിയ വലിയ പേപ്പറുകളും ലെഗോസും ചോയ്സും അങ്ങനത്തെ സാധനങ്ങളെല്ലാം പെറുക്കി വെക്കാനുള്ളത് വെച്ചു, കളയാനുള്ളത് കളഞ്ഞു. എന്നിട്ട് വിചാരിച്ചു രാവിലെ എന്തായാലും എണീറ്റ് വരുമ്പോൾ ഞാൻ കുക്ക് ചെയ്യുന്ന സമയത്ത് തോമസ് പെട്ടെന്ന് വാക്യൂം ചെയ്തോളും. അപ്പോൾ അത് എല്ലാ കാര്യങ്ങളും ഓർഗനൈസ്ഡ് ആയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വാക്യൂമിങ് ഒരു വലിയ പണിയല്ലല്ലോ. അപ്പം അത് കഴിഞ്ഞു. ഇനിയിപ്പം നമുക്ക് നമ്മുടെ ആ ഒരു സിങ്ക് ഓൾമോസ്റ്റ് എല്ലാ പണികളും അടുക്കളത്തെ കഴിഞ്ഞു. ഇനി അവസാനത്തെ തന്നെ സിങ്ക് ഒന്ന് ക്ലീൻ ചെയ്യാം. അപ്പോൾ സിങ്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഞാൻ ഒഴിക്കുന്ന സ്പ്രേ എന്ന് പറഞ്ഞാൽ ഡോൺ എന്ന് പറയുന്ന ഒരു ഇതിനാണ്. ഡോണിൻ്റെ സോപ്പ് സ്പ്രേ ആണത്. പിന്നെ എല്ലായിടും സ്പ്രേ ഡൗൺ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് മെത്തേഡിൻ്റെ ഒരു ഓൾ പർപ്പസ് ക്ലീനറാണ്. ഈ 2 സാധനങ്ങൾ തന്നെ ഉപയോഗിക്കുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ സിങ്ക് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യാം. ഈ സിങ്ക് രാത്രി കഴുകുന്നതിന് 2 ഉപകാരമുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും വിസിബിളി ഇങ്ങനെ ക്ലീനായി തിളങ്ങുന്ന ഒരു സർഫസ് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഗ്രാറ്റിഫിക്കേഷനും സന്തോഷം. രണ്ടാമത്തെ കാര്യം ഉണ്ടല്ലോ, സിങ്ക് നിന്നാണ് എപ്പോഴും നമ്മുടെ വീടിനകത്ത് സ്മെല്ല് നിൽക്കാനും അതല്ലെങ്കിൽ ഇപ്പോൾ പാറ്റ പ്രാണികൾ അങ്ങനത്തെ സാധനങ്ങൾക്കൊക്കെ വരാനായിട്ട് എന്തെങ്കിലുമൊക്കെ അതിനകത്ത് കിടക്കുകയൊക്കെ ചെയ്യുമ്പോഴാണല്ലോ. അപ്പം സിങ്ക് എന്ന് പറഞ്ഞത് എല്ലാ ഫുഡ് വേസ്റ്റും നന്നായിട്ട് കളഞ്ഞ് സോപ്പിട്ട് നല്ല വൃത്തിയായിട്ട് അത് നമ്മുടെ ഒരു ശീലമാക്കി നമ്മുടെ പല്ല് കിടക്കണതിന് മുമ്പ് ബ്രഷ് ചെയ്യില്ലേ, അല്ല രാവിലെ ബ്രഷ് 2 നേരം 2 മിനിറ്റ്സ് വെച്ച് ബ്രഷ് ചെയ്യാമെന്നുള്ള ഒരു ശീലം നമ്മൾ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നേക്കണ പോലെ ഈ ഒരു സിങ്ക് നല്ല വൃത്തിയായിട്ട് കഴുകുക എന്നുള്ള ഒരു ശീലം കൊണ്ടുവന്ന് നോക്കിയാൽ തന്നെ അപ്പോൾ പിന്നെ അതിനകത്തോട്ട് നമുക്ക് പാത്രങ്ങൾ വലിച്ചിടാനൊക്കെ അവിടെ ഇട്ടിട്ട് പോകാനൊക്കെ ഒരു ബുദ്ധിമുട്ടാവും. നമുക്ക് കഴുകി വെക്കാൻ തോന്നും. പല ബെനിഫിറ്റ്സ് ഉണ്ട് കേട്ടോ. സിങ്ക് ക്ലീൻ ചെയ്യാനായിട്ട് മടി കാണിക്കുന്നവരാണെങ്കിൽ ഒന്ന് ഫോഴ്സ്ഫുള്ളി ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ അവസാനം എപ്പോഴും ഈ ഒരു സിങ്കിനകത്തും പിന്നെ ആ പാത്രം കഴുകുന്ന അവിടെ ഒരു ചെറിയ ഒരു വേസ്റ്റ് വെച്ചിട്ടുണ്ട്. അതിലും 1-2 ഇത് സ്പ്രേ ചെയ്യും കേട്ടോ. എന്താ പറയുക, നമ്മുടെ ഒരു എസൻഷ്യൽ ഓയിൽ, നല്ല സ്മെല്ല് വരുന്ന ഒരു എസൻഷ്യൽ ഓയിൽ. അപ്പം നാളെ നമ്മൾ കിച്ചണിലോട്ട് വരുമ്പോൾ നല്ലൊരു അടിപൊളി സ്മൂത്ത് സ്മെല്ലായിരിക്കും. ഇനി മറന്നു പോകാണ്ട് ചെയ്യണ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വേസ്റ്റ് ഗാർബേജ് കളയാന്നുള്ളതാണ്. ഞങ്ങൾ ഡെയിലി ഒരു ഓപ്പൺ ആയിട്ടുള്ള ഗാർബേജ് ക്യാൻ ആയതുകൊണ്ട് ഡെയിലി അത് കളഞ്ഞേ പറ്റുള്ളൂ. ഒത്തിരി പേർക്ക് എനിക്കറിയാം ക്ലോസ്ഡ് ആയിട്ട് 2-3 ദിവസം വെക്കുന്ന സിസ്റ്റമൊക്കെ അത് ഓരോ വീടുകളിലും ഓരോ തരത്തിലായിരിക്കും. ഞങ്ങൾക്ക് പക്ഷേ ഏറ്റവും ഇഫക്റ്റീവായിട്ട് തോന്നിയേക്കുന്നത് അന്നുള്ള വേസ്റ്റ് അന്നന്ന് തന്നെ കെട്ടിക്കളയാണെങ്കിൽ വീണ്ടും നമ്മൾ എന്താ പറയുക നമ്മളുടെ വീട്ടിലോട്ടുള്ള സ്മെല്ല് നമുക്ക് ഭയങ്കര നമ്മുടെ ബ്രെയിൻ അല്ലെങ്കിൽ നമ്മുടെ മൂക്കൊക്കെ അതുമായിട്ട് ഭയങ്കര യൂസ്ഡ് ആയിരിക്കും. പക്ഷേ എന്ന് മാത്രമല്ല വേസ്റ്റ് വീടിനകത്ത് വെച്ച് അതിനകത്ത് എന്തായാലും ഫെർമെൻറ്റേഷനും കാര്യങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുമല്ലോ. അപ്പം ഡെയിലി ആ ഒരു ഗാർബേജ് എടുത്തിട്ട് കളയാമെന്നുള്ളതാണ്. പുറത്ത് വലിയൊരു ഗാർബേജ് ക്യാനിലാണ് അതിരിക്കുക. അത് നമുക്ക് ആഴ്ച ഒരിക്കൽ വന്ന് സിറ്റി എടുത്തുകൊണ്ട് പോകും. അപ്പം അതിനകത്ത് മണം വരാതിരിക്കാൻ വേണ്ടി സിറ്റിയിൽ തന്നെ നമ്മളോട് പറയാറുണ്ട് എന്തൊക്കെ ചെയ്യണമെന്ന്. അപ്പം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അതിനകത്ത് സോഡ ബൈകാർബൊക്കെ ഇട്ട് വേണമെങ്കിൽ വയ്ക്കാം. സമ്മർ സീസണിൽ, വിൻ്ററിലൊരു കുഴപ്പമില്ല, ഗാർബേജൊക്കെ അവിടെ ഫ്രോസൺ ആയിട്ടിരുന്നോളും, മണോ കാര്യങ്ങളോ ഒന്നും വരില്ല. ഇനി അടുക്കളയുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പം ഞാൻ ഇനി കുളിക്കുന്നതിന് മുമ്പ് വാഷ്റൂമും കൂടെ ഒന്ന് ക്ലീൻ ആക്കാമെന്ന് വെച്ചാൽ ഇത് നമ്മുടെ ആ ഒരു ഫസ്റ്റ് ഫ്ലോറിലുള്ള ഒരു വാഷ്റൂമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തു, താഴെ കൂടെ ഒന്ന് തുടച്ചു. കിച്ചൺ ബൗളെല്ലാം ടോയ്ലറ്റ് ബൗളൊക്കെ ഞാൻ ക്ലീൻ ചെയ്തു, വീഡിയോ എടുത്തില്ല എന്നേ ഉള്ളൂ. ഗ്ലാസും ഒക്കെ ഒന്ന് നന്നായിട്ട് ഷൈൻ ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ രാവിലെ നമുക്ക് വരുമ്പം ഇനിയിപ്പോൾ നമുക്ക് ആരെങ്കിലും വരുന്നതിന് മുമ്പ് നമുക്കൊന്ന് ക്ലീൻ ചെയ്യാൻ സമയം കിട്ടിയില്ലെങ്കിലും പിന്നെ നമുക്ക് ടെൻഷൻ അടിക്കണ്ടല്ലോ. പിന്നെ എപ്പോഴും ഒരു 2 ദിവസം കൂടുമ്പോഴായാലും ഈ ടവൽസ് മാറ്റും കേട്ടോ ഇതിനകത്തുള്ളത്. എന്നിട്ട് ഫ്രഷ് ആയിട്ടുള്ള ടവൽ കൊണ്ടിടും. ഡെയിലി അങ്ങനെ മാറ്റേണ്ട കാര്യം വരാറില്ല. നമ്മൾ 2 ദിവസം കൂടുമ്പോഴാണ് ചെയ്യാം. അതുപോലെ തന്നെ ഇനി മേളിലത്തെ വാഷ്റൂമും കൂടെ ഒന്ന് ക്ലീൻ ആക്കാമെന്ന് വെച്ചു. അപ്പോൾ ഞാൻ എല്ലാ വാഷ്റൂമിലും ക്ലീനിങ് സൊല്യൂഷൻസ് വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി ഇത് ഓപ്പൺ വാഷ്റൂമാണോ, ഇതിനകത്തുനിന്ന് സ്മെല്ല് പുറത്ത് വരത്തില്ലെന്ന്. നമ്മളിപ്പോൾ ഈ വീട്ടിൽ 5-6 വർഷമായി, ഇതുവരെ അങ്ങനെ തോന്നി. ഞങ്ങൾ ആദ്യം ഒരു ഫ്രഞ്ച് ഡോറ് വെച്ചാലോ അങ്ങനെയൊക്കെ വിചാരിച്ചു, അല്ലെങ്കിൽ എന്താ പറയുക ഈ ഫാം സ്റ്റൈൽ ഡോർ വെക്കണം എന്നൊക്കെ ആലോചിച്ചു. പക്ഷേ ഒന്നാമത്തെ കാര്യം, ഞാനാണ് ഈ വാഷ്റൂം മെയിൻലി യൂസ് ചെയ്യുക. തോമസ് ബ്രഷ് ചെയ്യുക, ഞാനും എൻ്റെ ഹസ്ബൻഡും. വേറെ
ഇമാനുവലും ഐസക്കും അവർക്ക് വേറെ വാഷ്റൂമുണ്ട്, ഗസ്റ്റ് വാഷ്റൂം വേറെയുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഭയങ്കരമായും ആളുകൾ യൂസ് ചെയ്യുന്ന വാഷ്റൂം അല്ല എന്ന് മാത്രമല്ല ഇത് ഇവിടുത്തെ ഒരു സ്റ്റൈലാണ്. അങ്ങനെ ഭയങ്കര മണമൊന്നും വരാറില്ല, മണം അങ്ങനെ സ്മെല്ല് അങ്ങനത്തെ ഹൈജീൻ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരാറില്ല. അതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ അങ്ങനെയാണ്. ഇനി കുളിയൊക്കെ കഴിഞ്ഞു നമുക്ക് സ്കിൻ കെയറിലോട്ട് പോവാം. ഞാൻ റെറ്റിനോളിൻ്റെ 1% ഓർഡിനറിയുടെ ഒരു സിറമാണ് ഫേസിൽ തേക്കുക. അണ്ടർ ഐയിൽ കഫീൻ എന്ന് പറഞ്ഞ ഓർഡിനറി തന്നെ കഫീൻ സിറം യൂസ് ചെയ്യുന്നുണ്ട്. ഫേസ് സിറംസിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാമെന്ന് ചോദിച്ചു. ഐ ഹാവ് നോ എക്സ്പെർട്ടീസ് ഇൻ ദാറ്റ്. ഞാൻ എന്താ പറയുക, എനിക്ക് യൂസ് ചെയ്ത് ഇഫക്റ്റീവ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. അതിൽ നിന്നൊരു മാറ്റം അങ്ങനെ കണ്ടമാനം വരാറില്ല. അപ്പോൾ ഈ റെറ്റിനോൾ 1% അത് തീരുമ്പം അടുത്തത് മേടിക്കും. എന്താ പറയുക, മറ്റേ ട്രെറ്റിനോയിനൊക്കെ യൂസ് ചെയ്യാൻ ഒത്തിരി പേര് സജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഞാനതിൻ്റെ യങ് ഏജിലൊക്കെ യൂസ് ചെയ്തിട്ട് എനിക്ക് ഫേസ് തിന്നിങ് എന്ന് പറഞ്ഞൊരു പ്രോബ്ലം വന്നിട്ട് എൻ്റെ ഡെർമറ്റോളജിസ്റ്റ് അല്ല, ഒരു ഡെർമറ്റോളജിസ്റ്റ് അത് യൂസ് ചെയ്യേണ്ടെന്ന് പറഞ്ഞുള്ളൂ. എനിക്കിപ്പോൾ ചെയ്യുന്നത് നല്ല ഇഫക്റ്റീവ്. അപ്പം ഞാൻ ഫസ്റ്റ് ഒരു ലേശം കഫീൻ അണ്ടർ ഐ ക്രീം തേച്ചു. പിന്നെ ഇത്തിരി വൈറ്റമിൻ റെറ്റിനോൾ 1% തേച്ചു. എന്നിട്ട് ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഒരു കുറച്ച് സെക്കൻഡ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ മേളിൽ കുറച്ച് സ്നെയിൽ മ്യൂസിൻ. ഇതിപ്പം എൻ്റെ 3ാമത്തെ ബോട്ടിൽ എന്ന് വേണേൽ പറയാം കേട്ടോ. ഇനി ഇപ്പം എനിക്ക് സ്വതസിദ്ധമായ മടിയുള്ളതുകൊണ്ട് ചിലപ്പോൾ ഞാനിതൊക്കെ മറന്നു പോകും. ചിലപ്പോൾ ഞാൻ വന്നിട്ട് ജസ്റ്റ് ഒരു മോയ്സ്ചറൈസർ എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസർ തേച്ചിട്ട് കിടക്കുള്ളൂ. ഇന്നിപ്പോൾ എനിക്ക് നല്ല മൂഡുള്ള ദിവസമായതുകൊണ്ട് ഇനിയിപ്പോൾ ഒരു 2 സെക്കൻഡ് അങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് അതൊക്കെ ഒന്ന് ഉണങ്ങി കഴിയുമ്പോൾ അതിൻ്റെ മേളിലോട്ട് ഞാൻ എൻ്റെ എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസറും കൂടെ തേക്കും. മോർണിംഗ് ആണെങ്കിൽ ഞാൻ വൈറ്റമിൻ ഇയുടെ സിറം തേക്കും. പിന്നെ എന്തെങ്കിലും ഒരു ലിപ് ഗ്ലോസ് പോലത്തെ അപ്ലൈ ചെയ്യും. ഭയങ്കരമായ എനിക്ക് സെറാവയുടെ ഒരു ഹീലിംഗ് ക്രീം എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതാണ് ലിപ്പിലൊക്കെ അപ്ലൈ ചെയ്യുക, നല്ലതാണ്. എലിസബത്ത് ആർഡൻ എന്ന് പറഞ്ഞ ഈ ഒരു ക്രീം ഇത് ഞാൻ ഒത്തിരി വീഡിയോസ് മുന്നേ കാണിച്ചിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ വീഡിയോയിൽ എനിക്ക് തോന്നുന്നു പുതുതായിട്ട് നമ്മുടെ ചാനലിൽ ജോയിൻ ചെയ്തായിരിക്കും. ഞാൻ ചെയ്യണ കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്യും. ചില സാധനങ്ങൾ കുറയ്ക്കും, ചില സാധനങ്ങൾ കൂട്ടും. അതിന് പ്രത്യേകിച്ച് റൈം ആൻഡ് റീസൺസ് ഒന്നുമില്ല. നമുക്കൊരു മടി വരുമ്പം നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യത്തില്ല, വെറുതെ കുറച്ച് മോയ്സ്ചറൈസർ മാത്രം തേക്കും. അപ്പോൾ ഞാനീ പറഞ്ഞ പോലെ വൈറ്റമിൻ ഇ മോർണിംഗിലും വൈറ്റമിൻ ഇ മോർണിംഗിലും റെറ്റിനോൾ ഈവനിങ്ങും അതാണ് സീറം യൂസ് ചെയ്യുക. നാളത്തേക്ക് ജിമ്മിലോട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചു. അല്ലെങ്കിൽ പിന്നെ രാവിലെ ഒരു തപ്പും പിടുത്തമൊക്കെ ആയിരിക്കും. അപ്പം ഞാൻ പിന്നെ ഇനി കിടക്കാനുള്ള പരിപാടികളായി. ഈ തോമസ് ഇനി കുളിച്ച് റെഡി ആയിട്ടൊക്കെ വരുന്ന സമയത്ത് ഞാൻ കുറച്ച് വായിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം ഞാൻ വീണ്ടും അറ്റോമിക് ഹാബിറ്റ്സ് റീഡ് ചെയ്യുകയാണ്. എനിക്ക് അങ്ങനെ ഈ വർഷം ഞാൻ പുതിയ ബുക്കൊന്നും മേടിക്കുന്നില്ല. ഇപ്പോൾ ഇഷ്ടം പോലെ ബുക്കുകൾ എൻ്റെ കയ്യിലുണ്ട്. പകുതി വായിച്ചത്, മുക്കാൽ വായിച്ചത്, വായിക്കുക എന്ന് പറഞ്ഞ് ബുക്കുകൾ നിലവിളി കൂട്ടണ പോലെ ഇഷ്ടം പോലെ ബുക്കുകൾ കയ്യിലിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ റീഡ് ചെയ്യാണ്. ഇപ്പം ഞാൻ അറ്റോമിക് ഹാബിറ്റ്സ്. അപ്പോൾ നമ്മൾ രണ്ടാമത് വായിക്കുമ്പോൾ ചെറുപറാന്ന് പെട്ടെന്ന് തന്നെ വായിച്ച് നമുക്കറിയാം. ഓൾറെഡി ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇപ്പോൾ പിന്നെ നമ്മൾ അല്ലെങ്കിൽ മാർക്കേഴ്സ് വെച്ചിട്ടുണ്ടാവും. ഒരു ബുക്ക് നമ്മളൊരു 10 സെൽഫ് ഹെൽപ്പ് ബുക്ക് വായിക്കുന്നുണ്ടെങ്കിൽ പിന്നെ കുറേ റെപ്പറ്റീഷൻ അതിലൊക്കെ ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് ഞാനിപ്പം തൽക്കാലം ഉള്ള ബുക്കുകൾ പിന്നെയും വായിക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. സെൽഫ് ഹെൽപ്പ് ബുക്കുകൾ അപ്പോൾ നമുക്കൊരു ഇടയ്ക്കൊരു സമയത്ത് ഒരു മടി അങ്ങനെ മടിയെന്ന് വെച്ചാൽ ഇതൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ അങ്ങനത്തെ ഒരു തോന്നൽ, പിന്നെ ആ ഒരു കൺസിസ്റ്റൻസി വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ വിചാരിച്ചു എന്താ പറയുക, വേണ്ട ഇനിയിപ്പോൾ ഉള്ള ബുക്കൊക്കെ വായിച്ച് ഒന്നും കൂടെ വായിക്കാം. കാരണം ഇതൊന്നും വായിച്ച് യൂസ് ആൻഡ് ത്രോ ബുക്കല്ലല്ലോ, നമ്മൾ ബുക്ക് കാശ് കൊടുത്ത് മേടിച്ച് വെച്ചിരിക്കുന്നത് വീണ്ടും വായിക്കുക എന്നുള്ളൊരു പ്രിൻസിപ്പിളാണ്. അല്ലാതെ നോവൽസും ഫിക്ഷനും ഒക്കെ ആണെങ്കിൽ ഞാൻ ലൈബ്രറിയിൽ നിന്ന് എടുത്ത് വായിച്ചിട്ട് റിട്ടേൺ ചെയ്യുക. ഈ ബുക്കുകൾ വീണ്ടും വായിക്കണം എന്നുള്ള പർപ്പസിൽ മേടിച്ചതായതുകൊണ്ട് ബുക്ക് റീഡ് ചെയ്യുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അങ്ങനെ ആരെങ്കിലും ബുക്കുകൾ വാങ്ങി വെക്കണവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്നും കൂടെ വായിച്ച ബുക്കുകളിൽ ഒന്നും കൂടെ വായിക്കാൻ വേണ്ടി നോക്കാം. നമുക്ക് ഒത്തിരി എന്താ പറയുക, കുറച്ചും കൂടെ ഡീപ്പായിട്ട് നമ്മൾ ആ ബുക്കിനെ അല്ലെങ്കിൽ അതിനകത്ത് ആശയങ്ങളെ അനലൈസ് ചെയ്യും. അപ്പോൾ വായിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിങ് ചെയ്യുന്നുണ്ട്. ഞാൻ എങ്ങനെയാണ് ജേർണലിങ് ചെയ്യുന്നതെന്ന് ചോദിച്ചത്. അപ്പോൾ ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളും കൂടെ ഉണ്ട് ഈ വീഡിയോ. ഞാൻ എൻ്റെ ജേർണലിൽ ഓരോ ദിവസവും ആ ദിവസം ഉണ്ടായ കീ ആയിട്ടുള്ള ഭയങ്കര ഹാപ്പിനെസ് അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് തോന്നുന്ന കാര്യങ്ങൾ എഴുതി വെക്കാം. നമുക്ക് ശരിക്കും കുറേ സങ്കടങ്ങൾ എഴുതി വെക്കുന്നവരുണ്ട് കേട്ടോ. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാനിത് തിരിച്ചു പോയി വായിച്ചു നോക്കുമ്പോൾ എനിക്ക് എന്തെങ്കിലും സങ്കടങ്ങൾ എഴുതി വെച്ചാൽ പിന്നെ നമ്മുടെ മനസ്സിൽ അത് എന്തായിരുന്നു എന്നൊക്കെ വീണ്ടും അതിൽ ജീവിക്കണ പോലെയല്ലേ.
എന്നെ സംബന്ധിച്ച് സന്തോഷമുള്ള കാര്യങ്ങൾ എഴുതി വെക്കുമ്പോൾ ആ ഓർമ്മ അത് പിന്നെ വായിക്കുമ്പം നമ്മൾ ആ സന്തോഷമുള്ള ഓർമ്മയിൽ ജീവിക്കും. ഓർമ്മകൾ മാത്രമല്ല, ആക്ച്വലി ഗ്രേറ്റ്ഫുൾ ആയിട്ട് നമുക്ക് തോന്നുന്ന കാര്യങ്ങളാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ഭയങ്കര പ്രയാസമാണ് നമുക്കൊരു 10 ഗ്രേറ്റ്ഫുള്ളായ കാര്യങ്ങൾ ആദ്യം കണ്ടുപിടിക്കാൻ. അപ്പം നമ്മൾ ട്രൈ ചെയ്യണം. ശരിക്കും നമുക്കൊരു ജോലിയുണ്ടോ, നമ്മൾ ഗ്രേറ്റ്ഫുള്ളാണ്. നമുക്കൊരു ഫാമിലി ഉണ്ടോ, നമ്മൾ ഗ്രേറ്റ്ഫുള്ളാണ്. നമുക്ക് ഹെൽത്ത് ഉണ്ടോ, നമ്മൾ ഗ്രേറ്റ്ഫുള്ളാണ്. നമുക്കന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുമോ, അത് ഇല്ലാത്ത എത്രയോ പേരുണ്ട്. ഇപ്പം എൻ്റെ മോനൊരു ഒരു സൂപ്പ് കിച്ചണിൽ വോളണ്ടിയർഷിപ്പിന് പോകുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ അവനെ പിക്ക് ചെയ്യാനും ഡ്രോപ്പ് ചെയ്യാനൊക്കെ പോകുമ്പോഴാണ് നമ്മൾ ലൈഫിൻ്റെ പല തലങ്ങളിൽ ഉള്ള ആളുകളെ കാണുമ്പോൾ നമ്മൾ എന്ത് ഗ്രേറ്റ്ഫുള്ളാണ് നമുക്കുള്ള വലിയ ചെറിയ കാര്യങ്ങളും തോന്നും. അങ്ങനെ ആണ് ഞാൻ എഴുതി വയ്ക്കാം. പിന്നെ ലോ ഓഫ് അട്രാക്ഷൻ വെച്ചിട്ട് ഞാൻ അഫർമേഷൻ ചോദിക്കാറുണ്ട്. അഫർമേഷൻ ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാനത് എന്തൊക്കെയാണ്, എങ്ങനെ ചെയ്യുന്നത് അങ്ങനെ ഷെയർ ചെയ്യാനും മാത്രം അങ്ങനെയില്ല, ഞാൻ എഴുതി വെക്കും. ഇപ്പോൾ എനിക്ക് ഞാനൊരു എന്താ പറയുക, അതിൻ്റെ ഒരു കീവേഡ് എഴുതി വെക്കും എന്താണെന്നുള്ളത്. ആ കീവേഡ് കാണുമ്പോൾ നമുക്ക് അതിന് വേണ്ടി വർക്ക് ചെയ്യാൻ തോന്നും. അപ്പോൾ ആ കീവേഡ് നമ്മൾ എല്ലാ ദിവസവും കാണണം. അപ്പോൾ എല്ലാ ദിവസവും കാണുന്ന സ്ഥലത്ത് എഴുതി വെക്കും. ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, ആക്ച്വലി നമ്മുടെ എബിലിറ്റീസിനെ ബ്രിങ് ഇൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അല്ലാതെ നമുക്ക് വേറൊരാളും ഇങ്ങോട്ട് കൊണ്ടു തരുന്നതല്ല. നമ്മളിപ്പോൾ ഒരു ഗോള് വേണ്ടി നമുക്കിപ്പോൾ ഒരു പേപ്പർ പബ്ലിഷ് ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും ഒരു ഗോളാവട്ടെ, അതിന് ടോപ്പിക്ക് കണ്ടുപിടിക്കണം, അതിനുള്ള എത്തിക് ബോർഡ്, പല പ്രോസസ്സ് ഉണ്ടല്ലോ. ഇതെല്ലാം നമ്മൾ സ്വന്തമായിട്ട് ചെയ്യും. പക്ഷേ എല്ലാ ദിവസവും നമ്മൾ ഈ ഒരു ഗോൾ അല്ലെങ്കിൽ ഈ ഒരു അഫർമേഷൻ, ഈ ഒരു സ്വപ്നം, ഈ ഒരു വിഷ്വൽ തിങ് കാണുമ്പോൾ നമുക്ക് അതിലോട്ട് ആ ദിവസം അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ ഇന്ന് നമ്മൾ ഇതിനു വേണ്ടി ഇന്ന കാര്യങ്ങൾ ചെയ്യണമല്ലോ എന്നുള്ളത്. അപ്പം എന്തോ ആട്ടെ, നമുക്കിപ്പോൾ ഇന്ന് ഒരു ബെറ്റർ പേഴ്സൺ ആവണം, അല്ലെങ്കിൽ നന്നായിട്ട് ഡ്രസ്സ് ചെയ്യണം, അതിൽ കുറച്ച് ഒരു നല്ല ജോലി വേണം, അതല്ലെങ്കിൽ എനിക്കറിയില്ല കേട്ടോ ലോട്ടറി അടിക്കാനൊക്കെ ഉള്ള അങ്ങനത്തെയൊക്കെ അഫർമേഷൻസ് ഉണ്ടോ എന്നുള്ളത്. അത് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ഞാൻ എന്ത് വർക്ക് ഞാൻ എന്ത് അഫർമേഷൻ ചെയ്താലും, എന്ത് വിഷ്വലൈസേഷൻ ചെയ്താലും എനിക്ക് അത് ഉതകുന്നതാണ്, എൻ്റെ വർക്ക് അതിന് വേണ്ടതാണ് എന്നുള്ള രീതിയിലാണ് ഞാൻ ചെയ്യുക. അപ്പം നമുക്കത് നടക്കും. കാരണം എന്ന് വെച്ചാൽ നമ്മളതിലോട്ട് വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഗോള് സെറ്റ് ചെയ്ത് വെക്കുമ്പോൾ ഇപ്പോൾ നമുക്കൊരു കാറ് മേടിക്കണം, അല്ലെങ്കിൽ നമുക്കൊരു കാറ് മാറ്റണം. അപ്പം നമ്മളൊരു കാറിൻ്റെ പടമൊക്കെ എടുത്ത് കാറ് മേടിക്കണം. അതിനൊരു ഗോൾ എപ്പോൾ വേണം, നമ്മൾ ചുമ്മാ പടം വരച്ചോ അല്ലെങ്കിൽ മനസ്സിൽ സ്വപ്നം കണ്ടിട്ടോ കാര്യമില്ല. എപ്പോൾ വേണം, എത്ര രൂപയാവും, എന്തെല്ലാം കാര്യങ്ങൾ അതിനുവേണ്ടി ചെയ്യണം. അങ്ങനെ നമ്മൾ ഗോൾ സെറ്റിംഗ് ആണ് ശരിക്കും എന്നെ സംബന്ധിച്ച് ആ ഒരു വിഷ്വലൈസേഷനും അഫർമേഷനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പം അത് ഇപ്പോൾ ഈ ന്യൂ ഇയറിൻ്റെ സമയം ആയതുകൊണ്ടായിരിക്കും അങ്ങനത്തെ ചോദ്യങ്ങൾ വരുന്നതെന്ന് തോന്നുന്നു. ന്യൂ ഇയർ ഒരു നല്ല സമയമായിരിക്കും, പക്ഷേ ജനുവരി 1 ചെയ്യേണ്ട കാര്യം അങ്ങനെയല്ല. നമുക്ക് ഈ നിമിഷം ഇപ്പം ഇരുന്ന് ചെയ്യാവുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഗോൾ സെറ്റിങ്ങും അതിന് വേണ്ടിയിട്ടുള്ള. എന്നിട്ട് നമ്മൾ ആ ഒരു ഗോൾ സെറ്റ് ചെയ്ത് അതിനെ എപ്പോൾ ചെയ്യും, എന്തൊക്കെ നമ്മൾ അതിനകത്തോട്ട് ബ്രിങ് ഇൻ ചെയ്യണം, അതിനെല്ലാം ചെറിയ കുഞ്ഞു ഗോളായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കാര്യങ്ങൾ നടക്കും. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ അഫർമേഷൻ അങ്ങനത്തെ കാര്യങ്ങൾ മോസ്റ്റ്ലി മോർണിംഗ് ആണ് കേട്ടോ. ഈ ഒരു ഗോൾ സെറ്റിങ്ങും പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ നോക്കുന്നത് അത് ഹാബിച്വലി വരുന്നതാണ്. ഒരു ദിവസം പെട്ടെന്ന് നമുക്ക് എല്ലാം ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളിങ്ങനെ ഹാബിച്വലായിട്ട് പ്ലാൻ ചെയ്ത് ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മുടെ ലൈഫിലോട്ട് ബ്രിങ് ഇൻ ചെയ്താൽ നല്ല പോസിറ്റീവ് ചേഞ്ചസ് ഉണ്ടാവും. നമ്മൾ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. അതിന് മുമ്പ് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഈ വർഷം എല്ലാവർക്കും ഒത്തിരി ഹെൽത്തും വെൽത്തും ഹാപ്പിനെസ്സും പോസിറ്റിവിറ്റിയും നല്ല റിലേഷൻഷിപ്പും ഒക്കെ ഉണ്ടാകുന്ന ഒരു മനോഹരമായ വർഷമാവട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത വീഡിയോയുടെ വരെ ബൈ.